പടച്ചനാഥനായ ലോകരക്ഷിതാവിൻ്റെ അനുഗ്രഹത്താൽ മണ്ണഞ്ചേരിയിൽ മിറാക്കിൾ അക്യുപഞ്ചറിൻ്റെ പ്രവർത്തനം ഇന്ന് തുടങ്ങി. അതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും നന്ദി പറയുന്നു. ഒപ്പം നമുക്കറിയാം, ചൂട് കൂടുമ്പോൾ ശരിക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, അതികഠിനമായ ചൂടുള്ളപ്പോൾ ഉഷ്ണമുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കാതിരിക്കാം. നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ തന്നെയും ആ സമയത്ത് നമ്മൾ കുടയെടുക്കുകയോ അതുപോലുള്ള മറ്റ് മുൻകരുതൽ എടുക്കുകയോ ചെയ്യാം. ഒപ്പം തന്നെ ആ സമയത്ത് വല്ലാത്ത പരവേഷവും ദാഹവും ഉണ്ടാകും. അപ്പോൾ ദാഹം അനുസരിച്ചിട്ട് ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതല്ല, ദാഹം അനുസരിച്ച് അല്പം വെള്ളം കുടിക്കുകയാണ് ചെയ്യണം. വെയിലത്ത് എടുക്കേണ്ട മുൻകരുതലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നിർജ്ജലീകരണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തളർച്ച വന്ന് കൊഴിഞ്ഞു വീഴുക. അപ്പോൾ നമുക്കറിയാം, ദാഹിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കാം, കുറച്ച് കഴിഞ്ഞ് കുടിക്കാം, അങ്ങനെ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ശരീരം അതിന് താങ്ങാൻ കഴിയാതെ വരികയും അങ്ങനെ അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിലൊരു കുട ഉണ്ടാവണം, അപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളിടുന്ന ഡ്രസ്സ് ചൂടിനെ ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ ചൂട് പുറത്തേക്ക് പോകുന്നതിന് തടസ്സമാവുന്ന ആവാൻ പാടില്ല. കഴിയുന്നതും കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത്. അതും ഇളം നിറത്തിലുള്ളതാണെങ്കിൽ കുറേ കൂടി ഉപകാരപ്പെടും. കാരണം കറുപ്പ് പോലുള്ള ഡാർക്കായിട്ടുള്ള ഉടുപ്പുകൾ ചൂടിനെ വല്ലാതെ ആഗിരണം ചെയ്യുകയും ചൂട് കൂട്ടുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ചില അവസരത്തിൽ നമുക്ക് അങ്ങനെ ഇടേണ്ടി വരും, ഫംഗ്ഷനും കാര്യങ്ങൾ, അത് സാരമില്ല. പക്ഷേ നമ്മൾ കഴിയുന്നതും അല്ലാതുള്ള കോട്ടൺ അയഞ്ഞ വസ്ത്രങ്ങൾ ഇടുക ആണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പോയിട്ട് വന്ന ഉടനെ തണുത്ത വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ കുതിര ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്ന ഒരു കുതിരയ്ക്ക് പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് രോഗം വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതിന് ചെറു ചൂടുള്ള വെള്ളമാണ് കൊടുക്കാറ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ബോഡി ഹീറ്റ് ശരിക്കും കൂടി നിൽക്കുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ വെയിലത്ത് പോയിട്ട് വന്നാൽ ഉടനെ ആ ബോഡി ഇന്റേണൽ ഹീറ്റ് കൂടി നിൽക്കും. ആ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ തണുത്ത വെള്ളം, ഭയങ്കരമായ തണുത്ത വെള്ളം കുടിക്കുന്നത് ഞരമ്പുകൾക്ക് ദോഷം ചെയ്യുകയും അത് നമ്മളെ പ്രതിരോധശേഷി കുറയ്ക്കുകയും നമ്മളെ രോഗിയാക്കുകയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി തകർക്കുകയും ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നമ്മളെ രോഗത്തിലേക്ക് അവസ്ഥയിലേക്ക് തള്ളിവിടുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ നടന്ന് ക്ഷീണിച്ചില്ല പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ വായ്ക്കങ്ങ് ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ പച്ചവെള്ളം തന്നെ വായിലെടുത്ത് പെട്ടെന്ന് ഇറക്കാതെ വായിൽ വെച്ച് 1-2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഹീറ്റ് ഈ വെള്ളവുമായിട്ട് കലർന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടായി മാറും. അപ്പോൾ നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ഒറ്റയടിക്ക് കുറേ കുടിക്കാതെ വായിലെടുത്ത് വെച്ച് 2, 3, 4, 5 സെക്കൻഡിന് ശേഷം അല്പമായിട്ട് ഇറക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിയുന്നതും ഈ ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജ്യൂസുകൾ, അങ്ങനെ ശരീരത്തിന് തണുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ കഴിക്കുന്നതിന് തടസ്സമില്ല. കൂടുതൽ എരിവുള്ളത്, കൂടുതൽ മസാല ഉള്ളത് കാര്യങ്ങൾ കഴിക്കുന്നത് ശരീരത്തിൻ്റെ ചൂട് കൂട്ടുകയും അത് നമുക്ക് കൂടുതൽ തളർച്ചയും ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യും. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചൂട് കാലത്ത് ശ്രദ്ധിക്കാനുള്ളത്.